നമ്മളെന്നുള്ളത് വാല്യൂ റൈഡ് യൂസ്ഡ് കാർസ് വിൽക്കുന്ന ഒരു ഷോറൂമിലാണ്. ഇത് ആക്ച്വലി സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാരുതി പോലെയുള്ള വാഹനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. വാല്യൂ റൈഡ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിനും വൈക്കത്തിനും ഇടയ്ക്കായിട്ട് വടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്രീ, ഫ്ലഡ് ഫ്രീ ആയിട്ടുള്ള കാറുകളാണ് ഇവിടെ ഉള്ളത്. നിലവിൽ ഞാൻ എൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ചു. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവർക്ക് 1-2 കാർ ഇവിടെ കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക്, ചെറിയ കാറാണ്, ഓട്ടോമാറ്റിക് ആണ്. അതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണാം. പ്ലസ് ഓരോ വണ്ടിയും എത്ര കിലോമീറ്റർ ഓടി, അതിൻ്റെയൊക്കെ പ്രൈസ് എത്രയാണ്, എല്ലാ വിവരങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. ഈ വീഡിയോയിൽ നല്ല കമന്റുകൾ നോക്കി ഒരു ഗീവ് അവേ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്വിഫ്റ്റ് തന്നെ, നിരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. 2013 VDI 3rd ഓണർഷിപ്പാണ്. കിലോമീറ്റർ 84,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. 3.8 lakhs ഉള്ളൂ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ്. ഒറിജിനൽ ഗ്ലാസ് ആണ് ഇതിന്. ഫ്ലഡ് അഫക്റ്റഡ് അല്ല, പ്ലസ് ആക്സിഡന്റും ഇല്ല ഇതിനകത്ത്. നല്ലൊരു വാഹനമാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ഓൺലി 3.8 lakhs ഉള്ളൂ. ഇനി അടുത്തൊരു വാഹനം, ഇതും സ്വിഫ്റ്റ് തന്നെയാണ്. 2012 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണിത്. 1,30,000 കിലോമീറ്റർ ഓടിയ വാഹനമാണിത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 3.2 lakhs ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. സിംഗിളായിട്ട് ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മാനുവൽ ഗിയറാണ്. ഈ പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ നല്ല നെഗോഷിയേഷൻ പ്രൈസ് എല്ലാം കിട്ടും. ഇനി അടുത്തതും സ്വിഫ്റ്റ് തന്നെയാണ്. 2012 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 1,60,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 3.3 lakhs ആണ്. ഇതും അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ പ്രൈസിനേക്കാളും ഒക്കെ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും. ഇതും ഫ്ലഡ് അഫക്റ്റഡ് അല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ 2012 ഒറിജിനൽ ഗ്ലാസുകളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ആക്സിഡന്റ് ഫ്രീ ആണ്. അടുത്തത് ഹുണ്ടായി ഇയോൺ. ഹുണ്ടായി ഇയോൺ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാണാൻ. 2016 മോഡലാണ്. അത്യാവശ്യം മോഡലുള്ളൊരു വണ്ടിയാണിത്. സെക്കൻഡ് ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. 3.2 lakhs ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ ക്ലീൻ ആണ്. ഇത് മാനുവൽ ആണ് ഈ വാഹനം. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിൽ ഇരിക്കാൻ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വാഹനമാണ് ഹുണ്ടായി ഇയോൺ. ഇനി അടുത്തത് വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഗണാറാണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6 മാസത്തെ വാറണ്ടി ഉള്ള വാഹനമാണിത്. LXI മോഡലാണ്. 2018 വാഗണാറാണിത്. ഇതിൻ്റെ 4,40,000 രൂപയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് കിട്ടും. മാനുവൽ ഗിയറാണ്. വാഗണാർ എന്ന് പറയുമ്പോൾ വളരെ ഒതുക്കത്തിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത് നല്ല മോഡലുള്ള വാഹനമാണ്. ഇൻറ്റീരിയറൊക്കെ പക്ക ക്ലീനാണിത്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചൊരു വണ്ടിയാണിത്. അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കാണാൻ സാധിക്കും നമുക്ക്. ഡിക്കിയും മറ്റു കാര്യങ്ങളും റിയർ സീറ്റും എല്ലാം നോക്കി വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ കാണുന്നത്. ഇനി അടുത്തത് മാരുതി ആൾട്ടോ. വളരെ ചെറിയൊരു കാറാണ്. വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാറാണ് മാരുതി ആൾട്ടോ. 2023 നല്ല ഒരു മോഡലുള്ളൊരു കാറാണ്. അതും വെറും 18,000 കിലോമീറ്റർ ഓടിയൊരു കാറാണ്. 3.2 lakhs ആണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്. നമുക്ക് അതിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കിട്ടും. വളരെ ക്ലീൻ ആണ് ഇൻറ്റീരിയർ, സംശയമില്ല. അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ തന്നെയാണെങ്കിലും ഗ്ലാസ് റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ലാത്തൊരു വാഹനമാണ് ഈ കിടക്കുന്ന ആൾട്ടോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നോ. ഇനി അടുത്ത വാഹനം ആൾട്ടോ 800. ഇത് 2018 മോഡൽ വണ്ടിയാണ്. LXI ആണ്. വെറും 30,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 6 മാസം എഗെയിൻ വാറണ്ടി ഉള്ളൊരു വാഹനമാണ്. പ്ലസ് ഇത് മാനുവൽ ഗിയറാണ്. ഇൻറ്റീരിയറൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ക്ലീനാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ്. ഗ്ലാസ്സൊക്കെ മീൻസ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്ലീൻ വാഹനമാണിത്. ഇതിൻ്റെ വില വന്നിട്ട് 4,10,000 ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ഇനി അടുത്തത് മാരുതി സുസുക്കി സെലേറിയോ. വളരെ കൂടുതലായിട്ടുള്ള ഇൻറ്റേർണൽ, അതായത് ഇതിൻ്റെ ഇൻറ്റേർണൽ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. മാരുതികളുടെ വാഹനങ്ങളിൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇൻറ്റീരിയർ മീൻസ് ഇൻറ്റേർണൽ സ്പേസ് കിട്ടുന്നൊരു വാഹനമാണ് സെലേറിയോ. ഇത് 2016 മോഡലാണ്. ZXI സെക്കൻഡ് ഓണർഷിപ്പ്, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവലാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയറാണ്. ബാക്ക് സൈഡ് സീറ്റും ഒക്കെ കാണാൻ സാധിക്കും. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് വാഹനം. ഇതാണ് ആ വാഹനം. ഇത് ഡോക്ടർ ഡ്രിവൺ ആണ്. മാരുതി സുസുക്കി സെലേറിയോ 2014 മോഡലാണ്. VXI സെക്കൻഡ് ഓണർഷിപ്പ്, കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണിത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ വില വന്നിട്ട് 3,70,000 രൂപയുള്ളൂ. നിങ്ങളൊരു ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കണമെങ്കിൽ ജസ്റ്റ് 3.7 lakhs മാരുതിയുടെ ഓട്ടോമാറ്റിക് വാഹനം ലഭിക്കുന്നതാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇൻറ്റീരിയറൊക്കെ വളരെ വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ
റീപ്ലേസ്മെൻ്റ് ഇല്ല. ഇനിയുള്ളത് ഇന്നോവ. ഇത് വണ്ടിയാണ്. 2014 വി വേരിയൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 2,40,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഇൻറ്റീരിയറൊക്കെ വളരെ ക്ലീനാണ്. ഇത് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഓടിച്ച് ചെക്ക് ചെയ്തൊക്കെ നോക്കുക. മറ്റു കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഇന്നോവ ഇപ്പോൾ 7 സീറ്ററൊക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് ഇന്നോവ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹന വിശേഷങ്ങൾ. അപ്പോൾ ഇത് വാല്യൂ റൈഡ് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ കോട്ടയം ജില്ലയിൽ വൈക്കത്തിനും തലയിലപ്പുറമിനും ഇടയ്ക്ക് വടയാർ എന്ന സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോൺ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഈ വാല്യൂ റൈഡ് വാറണ്ടിയും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നേരിട്ട് വന്ന് സംസാരിക്കുക. അതുകൂടാതെ തന്നെ വാല്യൂ റൈഡ് EMI അതായത് ലോൺ ഫെസിലിറ്റി എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു തരും. അപ്പോൾ നമ്മുടെ ITR മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ലോൺ ഫെസിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു തരും. അതിനുള്ള ഫെസിലിറ്റിയും വാല്യൂ റൈഡിൽ ഉണ്ട്. വാല്യൂ റൈഡിന് പ്രോപ്പറായിട്ടുള്ളൊരു ഓഫീസും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓഫീസും മറ്റു കാര്യങ്ങളും സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോറൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് വളരെ വിശ്വസ്തയോടുകൂടി വാഹനം വാങ്ങിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വാഹനം വാങ്ങുമോ ഇല്ലേ എന്നുള്ളതല്ല, ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാറുകളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ വാല്യൂ റൈഡിൻ്റെ ഓഫീസ് ഒന്ന് കാണാം. ഇതാണ് വാല്യൂ റൈഡിൻ്റെ ഓഫീസ്. ഈ വാല്യൂ റൈഡ് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ ഗ്രൂപ്പിൻ്റെയാണ്. ആക്ച്വലി വെസ്റ്റേൺ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2001 അവരുടെ ഓരോ സ്റ്റെപ്പുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. 2001, 2018, 2017, 19, 21 അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവരെന്തൊക്കെ എക്സ്പാൻഷനാണ് ചെയ്തിരിക്കുന്നതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ നല്ലൊരു ബേസ് ഫൗണ്ടേഷനുള്ളൊരു സ്ഥാപനമാണ് വാല്യൂ റൈഡ്. അപ്പം നിങ്ങൾ വാങ്ങുന്ന വാഹനത്തിനും നല്ല വാല്യൂ ഉള്ളൊരു വാഹനം വാങ്ങാനായിട്ട് നിങ്ങൾക്ക് വാല്യൂ റൈഡ് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊരു വാഹനം വാങ്ങുമ്പോഴും നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉറപ്പുവരുത്തുക. അതിനുശേഷം വാങ്ങുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നവർക്ക് മറക്കരുത്. ഒരു ഗീവ് അവേ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നല്ല കമൻറ്റുകൾ വരുന്നവരെ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഗീവ് അവേ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ ആരാണ് ഗീവ് അവേ വിന്നറിന് സെലക്ട് ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.